പോട്ടടാ ചെക്ക, നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, അതിപ്പോ കിട്ടിയെന്ന് കരുതി അങ്ങ് സമാധാനിക്കുന്നു. അമ്മ എന്നെ സമാധാനിപ്പിക്കാനൊന്നും വരണം, ഞാൻ ഇവിടെ കരഞ്ഞോളാം. എടാ ചെപ്പക്കുറ്റിക്ക് ഒരു അടി കിട്ടിയെന്ന് വിചാരിച്ച ആരെങ്കിലും ചെറിയ പിള്ളേരുടെ കൂട്ടി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ മോങ്ങോ? അമ്മ ഞാൻ ഒരു ബുക്ക് പിടിച്ച് വരച്ചാൽ അവളെന്നെ അടിച്ചേ. അവൾക്ക് എന്നെ അടിക്കണം, ഒറ്റയ്ക്ക് മാറ്റിയിട്ട് അങ്ങോട്ട് അടിച്ചാൽ പോരായിരുന്നു. അളിയുടെ ഉമ്മ എന്നെ അടിച്ചെന്തിനാ? എടാ ശിവൻ കണ്ടേനാണോ നിനക്ക് ഇത്ര വിഷമം? അന്ന് ആ മീൻകാരി പെണ്ണ് നിന്നെ പേപ്പറിന്റെ കൂട്ട് ഓടിച്ചിട്ട് അടിച്ചപ്പോ അവൻ കണ്ടതല്ലേ? അതിനൊക്കെ വേറെ കാരണം എന്തിനാ ഇപ്പം പറയുന്നത്? കാരണമൊന്നും നീ എന്നെ ഓർപ്പിക്കരുത് ഇപ്പൊ. അമ്മ ഈ പഴയ കാര്യം കുത്തിപ്പോ പ്രശ്നം പരിഹരിക്കാൻ വല്ല ഇതുണ്ടെങ്കിൽ പറ. ഇതിനിപ്പോ ഇത്ര വലിയ പരിഹാരമൊന്നുമില്ല, നീ മിണ്ടാതെ ഇവിടെ കിടന്നങ്ങ് തടവിയാ മതി. അമ്മ അവള് പോലീസ് ആവുന്നതിന് മുമ്പ് ടീപ്പാട്, അപ്പൊ അവളെ പോലീസ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അമ്മ ഇടയ്ക്ക് എല്ലാത്തിനും പിടിച്ചോട് തൂക്കിയിട്ടിരിക്കും. നിന്നെ അവൾ അടിച്ചോ? എന്നാരും അടിച്ചു? പിങ്കി എന്നാരും അടിച്ചൊന്നുമില്ല. പിന്നെ നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ കരയണില്ലല്ലോ. കരഞ്ഞ പോലെ ഉണ്ടല്ലോ മോന്ത കണ്ടിട്ട്. ഞാൻ വെറുതെ അതുവഴി പോയത്. പിന്നെ അവള് എന്നെ വാക്കുകളുണ്ട് വെറുതെ കളിയാക്കിയ ചെറുതാ, ചുമ്മാ എന്നെ വാക്കുകളുണ്ട് അവള് കുത്തി നോപ്പിച്ച അമ്മ. നീ പിന്നെ അവളെ ഏത് നേരം കളിയാക്കാൻ ചെന്ന അവള് നിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വരുവോ? അവള് പോലീസ് ആവാൻ പാടില്ല കേട്ടോ. അവള് പോലീസ് ആയാലും ഇവിടെ ആറാട്ടായിരിക്കും. ഇത് തന്നെയാട്ടാ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, എന്നെ അവൾ അടിച്ച്. ആ ശിവൻ പറഞ്ഞായിരുന്നു അമ്മ എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റുള്ളൂ. ഒന്നാമത് അവള് തലവത്തിൽ നിന്ന് പഠിച്ചിരുന്നാലും PSC ഒന്നും പാസ്സാകാനൊന്നും പോകണില്ല. പിന്നെ നമ്മൾ അവളെ കയ്യിരിക്കണം 5 കൂട്ടരുടെ കാര്യം എന്താണ്? വലിയ പോലീസുകാർ കളിക്കണ്. ഇത്രയൊക്കെ പറയാൻ നിന്നോട് അവളിപ്പോ എന്തോ പറഞ്ഞേ? ഒന്നും പറയില്ലേ? എവിടെ പറയണേ, സമാനിക്കട്ടെ. നീ പടാ പറയില്ല എന്ന് പറഞ്ഞല്ല. അമ്മ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയും പറഞ്ഞു നിർത്തലായിരിക്കും. അച്ഛനല്ലേ തുടങ്ങി വെച്ചേ. ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ എന്നെ കേൾക്കുമെന്നൊന്നും എനിക്കറിഞ്ഞു. കേട്ടേ പറ്റൂ. കാരണം എന്റെ അടി കൊണ്ടിട്ട് എന്റെ ചെവിക്കാൻ ഇപ്പോഴും കൂക്കു സൗണ്ട് മാറിയിട്ടില്ല. പക്ഷെ നിനക്കൊരെണ്ണം കിട്ടേണ്ട കുറവുണ്ടായിരുന്നു. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇമ്മ എന്നെ സാന്ത്വനിപ്പിക്കാൻ വന്നേന്നോ അതോ കുത്തിപ്പിടുത്താൻ വന്നേന്നോ? ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? എന്തോന്ന് നാത്തൂനെ ഇത്? കണ്ണിച്ചോരയുള്ള ചോദ്യം ചോദിക്കണ്ടേ? എനിക്ക് എന്റെ മുടി ഏത് താലൂക്കിലാന്ന് പോലും അറിഞ്ഞൂടാ. എടി നീയല്ലേ പറഞ്ഞ നീ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന്? ഒന്നും മണ്ടയില് നിക്കുന്നില്ല. നീ പിന്നെ എങ്ങനെ PSC എഴുതൂടി? ഒരു ചോദ്യം കൂടെ ചോദിക്കും, അതിന് ഉറപ്പായിട്ട് ഞാൻ ഉത്തരം പറയും. ചോദിക്കേ. ഗാന്ധിജിയെ പോലൊരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നെ പോലൊരാൾ അമേരിക്കയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞ മഹാനാര്? നെൽസൺ മണ്ടേല. ഇവിടെ നിന്റെ മണ്ടയിൽ ഒന്നുമില്ലേ? ഒബാമ ഓർപ്പിച്ചു, ഒബാമ. എടി നീ എഴുതണ്ടടി PSC. അതുമല്ലേ പിന്നെ ആരാ? എടി പൊട്ടി മാർട്ടിൻ ലൂഥർ കിങ്. അതാരാ? ഇതാ ഞാൻ പറഞ്ഞ, നീ PSC എഴുതണ്ട ഭയങ്കര. നീ ഇത് മൊത്തം പഠിച്ചു വരുമ്പോഴേക്കും മിനിമം ഒരു 40 വയസ്സാവും. 40 വയസ്സിൽ PSC എഴുതി പോലീസ് ആവാൻ പറ്റൂലെന്നാണ് എന്റെ ബലമായ വിശ്വാസം. എന്താ പടകളെല്ലാം കൂടെ വരുന്നുണ്ട്. ഇവിടെ നടന്ന ഒന്നും പറയരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. പറയില്ലേ? നീ എന്തോ ഭാവിച്ചിട്ടെന്ന്? ഞാൻ എന്ത് ചെയ്തു? ഈ പോത്തോലുള്ള ആണുങ്ങളെ നീ എന്തിനാ കരയിപ്പിച്ചത്? അത് അവരെന്റെ മണ്ടക്കോട്ട് കയറിയിട്ടല്ലേ. വെറുതെ എന്നെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോ അമ്മ? ഇവക്ക് പോലീസ് ആവണ അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കാൻ നോക്ക്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഇവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വന്നാണോ? സംശയം തോന്നുന്നു. നീ പോലീസ് ആവണ്ട. ആര് പറഞ്ഞു ആവണ്ടെന്ന്? ഞാൻ പറഞ്ഞു പോലീസ് ആവണ്ടെന്ന്. എന്റെ ചൗക്കുരി കടിച്ച് എന്റെ വാർക്കാൻ വയ്യ. എനിക്കോ ഇങ്ങനെ ഇടക്കിടക്ക് ചൗക്കുറ്റി അടിയുള്ള. എടി പിങ്കി, ഇവർക്കെല്ലാം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നീ ആഗ്രഹം അങ്ങ് വിട്ട് കളഞ്ഞേര്. നാളെ നിനക്ക് എന്നെ അടിക്കണം തോന്നി എന്ത് ചെയ്യും? തന്നെയല്ല, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും അവൾ ഉത്തരവും പറഞ്ഞില്ല. അപ്പൊ നീ രാവിലെ കുത്തിയത് പഠിച്ചൊക്കെ വെറുതെ ആയിരുന്നല്ലേ? അതിപ്പോ എന്റെ കുഴപ്പമല്ല. ഈ ഗൈഡ് പഴയതായതുകൊണ്ടാ. പുതിയൊരു ഗൈഡ് വാങ്ങിച്ചു തന്നാ മതി അച്ഛാ, ഞാൻ നന്നായി പഠിച്ചോളാം. അയ്യടാ, നിനക്ക് ഡെയിലി ഗൈഡ് വാങ്ങിച്ചേ എന്റെ കാശൊന്നുമില്ല. നീ പോലീസ് ആവണ്ട. അച്ഛനല്ലേ പറഞ്ഞത് എന്നെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തെന്ന്? അതിന് പൈസ ചെലവുള്ള കാര്യം അച്ഛാ അപ്പൊ ഓർത്തില്ല, അറിയാതെ പറഞ്ഞാണ്. അതൊക്കെ അച്ഛൻ തിരിച്ചെടുത്തു അല്ലേ അച്ഛാ? പിന്നെ അല്ലാതെ നല്ല. ഓ, അപ്പൊ എന്നെ പോലീസ് ആവാൻ നിങ്ങൾ ആരും സമ്മതിക്കില്ല. ഇടി സമ്മതിക്കാം, ഒരു കണ്ടീഷൻ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അതിന് നീ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ സമ്മതിക്കാം. സമ്മതിക്കല്ലേ? ഒരു ചോദ്യം കൂടെ ചോദ്യം കേൾക്കാം ആദ്യം. തേങ്ങയുടെ ശാസ്ത്രീയ നാമം എന്ത്? നാത്തൂനെ കൂടെ നിന്നിട്ട് ഒരുമാതിരി കൂതറ പരിപാടി കാണിക്കുന്നു. ഓ, ഇനി നീ ചേച്ചിയുടെ മണ്ടേ കയറി. നിനക്ക് അതിന്റെ ശാസ്ത്രീയ നാമം അറിയാം, എനിക്ക് പറ. പോലീസ് അവൻ തേങ്ങയുടെ ശാസ്ത്രീയ നാമം അറിയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അറിയേണ്ട കാര്യമുണ്ട്, പറ. അയ്യടാ, എന്നിട്ട് എല്ലാവർക്കും കൂടെ എന്നെ കളിയാക്കി ചിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഞാൻ പറയുന്നില്ല, ഞാൻ പോലീസും ആവുന്നില്ല. തീർന്നില്ല പ്രശ്നം. കണ്ടോ, തേങ്ങയുടെ ശാസ്ത്രീയ നാമം പോലും ഇവക്ക് അറിയത്തില്ല. എന്നാ പിന്നെ നീ പറയണ. എടി ഞാനല്ലല്ലോ വെളുപ്പിനെ കുത്തിരുന്ന് പഠിച്ചത്. മണ്ടി എന്ന് മണ്ടി തന്നെ. ആരോടാ മണ്ടി? നീ ആടാ മണ്ട. പോയി പിടിച്ചു പോ. ആരാ വണ്ടി? നീ മണ്ടി, ഞാൻ മണ്ടി. കളിക്കല്ലേ നീ കളി. സുമ എടാ, കണ്ണീന്ന് പൊന്നിച്ച പറഞ്ഞോടാ. പിന്നെ പറക്കാതെ, ഞാനൊരു മനുഷ്യനല്ലേ.
എടാ അതെന്താ സംഭവിച്ചെന്നറിയോ? നാത്തൂൻ എന്നോട് പറഞ്ഞു കുറച്ച് റഫ് ആൻഡ് ടഫ് ആവണമെന്ന്. അപ്പൊ ഞാൻ റഫ് ആയതാ, പക്ഷെ കുറച്ച് കൂടിപ്പോയി. അതാ ടപ്പേന്ന് അടി വീണേ. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കൂടിപ്പോയി. എന്റെ ചെവിയിൽ നിന്ന് ഇപ്പോഴും ആ കൂക്ക് സൗണ്ട് പോയിട്ടില്ല. എടാ പോട്ടടാ, ഞാൻ നിനക്ക് ശിവേട്ടനെ 50 രൂപ വാങ്ങിച്ചു തരാം. 100. ആ 100 എങ്കിൽ 100. കോംപ്രമൈസ് ആണോ? 100 ഇടിയാലും ചവിട്ടാനും സുമേഷിനും ഓക്കെ. എന്താ ഞാൻ വാങ്ങിച്ചു തരാം.